നീ പറഞ്ഞു കേട്ടിടത്തോളം അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. നീ സൂക്ഷിക്കണം. ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് നിൽക്കണമെന്ന്. അമ്മയും അച്ഛനെയൊക്കെ കാണുമ്പോ ആകെ തളർന്നു പോകുന്നു. നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കഴിയുന്നത് എല്ലാத்தைയും ഒഴിഞ്ഞു മാറി നിൽക്കുക. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. ഞാൻ വരട്ടെ. മുത്തശ്ശിയുടെ വകയാ. തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വേണോ? വേണ്ട. സേതു, നീ സൂക്ഷിക്കണം. നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇതൊന്നും ഇവിടെ കിട്ടാത്ത. അതല്ലല്ലോ, അമ്മ തന്നയിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ? ദേവി എന്ത് പറഞ്ഞടാ? അവള് വലിയ ടീച്ചറെ ഞാൻ അത്ര തന്നെ. സൂര്യനടുത്ത് കൈവെള്ള നാള് തന്നോ? ഇതെന്താണാവോ? ഇത് അച്ഛന്റെ പഴയ കത്തിയാണല്ലോ. ഇതെങ്ങനെ വന്നു ഇതില്? മുത്തശ്ശി ചെറുമോന് സമ്മാനിച്ചതായിരിക്കും. ഇല്ലടാ, ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മാനം നിന്റെ അമ്മയ്ക്ക് ശരിക്കും മട്ട് തന്നെയാ ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കുന്നു. ഇതേ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശാന്തമായിരിക്കുക. നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ കൊല്ലും ഞാൻ നിന്നെ. അതിനിപ്പോ അവൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ വെറുതെ അല്ല പറയാ, പഴയ പോലൊന്നും ചുറ്റിക്കറി നടക്കണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. ആ രമണനെയോ അമീതിന്റെ മോനെയോ അങ്ങനെ 2-3 ആളുകൾ കൂടി പോയാൽ മതി. ഉണ്ടോ? ഇല്ല, ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് മാത്രമുണ്ട്. PSCയുടെ കാര്യങ്ങളല്ലേ, നാളെ കുറെ പിടിക്കും. അപ്പൊ ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാം. തനിക്ക് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു കൂട്ടിയിരുന്നിട്ട് ഒരു മടുപ്പും തോന്നുന്നില്ലേ? തോന്നാഞ്ഞിട്ടല്ലേ, അടച്ചു പൂട്ടിയിരിക്കാതെ എന്താ ചെയ്യുക? ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പേടികൊണ്ടാ അനങ്ങാത്തത്. തരത്തിന് ഒത്തു കിട്ടിയാ അവര് ചുമ്മാ ഇരിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? സേതുവിന് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു പേടി. ഞങ്ങളൊക്കെ ഇല്ലടോ ഇവിടെ. താൻ ധൈര്യമായിട്ടിരിക്കേ. ബാ, തനിക്ക് ഇപ്പൊ ഇവിടെ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല. തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ? എന്റെ ആളുകളോ? എടോ, ഈ ആനയുടെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ താനെന്നൊക്കെ പറഞ്ഞാ ഇവിടെ. തന്റെ വെയിറ്റ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. മാളടിക്കും. ഇല്ല, ബിയർ കഴിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം. നമുക്ക് ബാറിൽ ചെന്ന് ഓരോ ബിയർ കഴിക്കാം. ബാറിൽ പോയി ഞാൻ കഴിക്കാറില്ല. രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് കഴിക്കാം. എന്ത് ബാറി കറിയാ? ഇടിഞ്ഞ ആകാശം തലേ കൂടെ വീഴും. അതുകൊണ്ടല്ല ഞാൻ കയറാറില്ല. അയ്യോ, ഒരു പ്രശ്നമില്ല, നല്ല ജാളിയായിരിക്കും. ഇല്ല ഇല്ല, എന്നാ പിന്നെ കൂടെ വരെയെങ്കിലും ചെയ്തൂടെ? കഴിക്കില്ല, വെറുതെ വേണേ കൂട്ടിന് വരാം. കേറ്, കേറിയാ. ഇയാളെ അറിയോ? മനസ്സിലായില്ല. ആരാ? സേതു. അയ്യോ സോറി, ക്ഷമിക്കണം, നമ്മളുമായി പരിചയമില്ല, അതുകൊണ്ടാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാർ ഇരിക്കും. രാജാ, സാറിന്റെ സൗകര്യമുള്ള സ്ഥലത്തോണ്ടിരുത്ത്. ഇരിക്കാം. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കഴിക്കാം. ഹൈദ്രോസും അളിയനും ഒക്കെ വരാറുണ്ട്. വാ. ഒരു ചെല്ലി കഴിക്കടോ. അയ്യോ വേണ്ട, നിങ്ങൾ വേഗം കഴിക്കേ, നമുക്ക് പോകാം. ധൃതി പിടിക്കാതെ എന്റെ ആശാനെ. ഞങ്ങളൊരു കാര്യം പറയട്ടെ. സേതുവിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളയും. പരമേശ്വരനല്ല, കീരിക്കാടൻ ജോസ് വന്നാലും ശരി ഞങ്ങൾ മുമ്പിലുണ്ടാവും. അല്ലേടാ? എന്താ സംശയം? ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. അത് വേറെ കാര്യം. ആരടാ ചിരിക്കണത്? കളിയാക്ക നജീബ് അല്ലടാ, ജോസിന്റെ മുന്നിൽ നിന്ന് നിൽക്കും. വാചം അടിക്കാതെ കണ്ടോരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ. നജീബേ, ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. ഇവൻ നമ്മളെ കൊച്ചാക്കിയതാ. അല്ല സേതു, നീ ആരടാ കളിയാക്കിയത്? എടാ നജീബ്, ഇത് ഞാനാ, നാസർ. ഏത് പട്ടിയായാലും തെണ്ടിത്തരം പറയാനാ നാറി. സേതുവിന്റെ മുമ്പിൽ കീരിക്കാടൻ ജോസ് ഒരു പുല്ലല്ലടാ തെണ്ടി. പട്ടി. നജീബേ, കള്ളു കുടിച്ചാ വയറ്റ് കേൾക്കണം. അനാവശ്യം പറയാം. 5 പേരുണ്ട്. സേതുട്ടൻ, ഞങ്ങളൊരു തമാശ പറഞ്ഞതാ.
ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനല്ല ഞാനല്ലെന്ന് ഞാനൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് കേട്ടോ. നീ വെളിയെ വാ, കാണിച്ചു തരാം. ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങളെ മനസ്സിലായിട്ടില്ല. എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു, അവന് കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ. ചുവന്നാരെ നിങ്ങളെ മോൻ ഏതായാലും നശിക്കാൻ തീരുമാനിച്ച് അതിന് നാട്ടുകാരെ കുട്ടികളും കൂടി ചീത്താക്കണം. എന്താ അല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മോൻ ബാറ് കയറി തല്ലുണ്ടാക്കി. എന്റെ നജീവിന് ആ ഗോപാലൻ സാറിന്റെ ചെക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ദേ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുഴിച്ചിരിക്കണേ. അല്ല സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാറിൽ ചെന്ന് ചോദിക്ക്. ടൗണിൽ പാട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാന്ന് ഞാനെങ്ങനെയാ പറയാ? നിങ്ങൾക്ക് ഒരെണ്ണം പോയാൽ വേറെ ഉണ്ട് 2-3 ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അതില്ലാണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. അച്ഛാ നാളെ ഞങ്ങൾ റിസൾട്ട് അറിയും. എവിടെയാ തെമ്മാടി? ആര്? നിന്റെ ചേട്ടൻ അകത്തുണ്ട്. സേതു, എന്താ നീയോ നശിച്ചു. നാട്ടുകാരുടെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താടാ ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നു. നിന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് ബാറിക്കണം തല്ലുണ്ടാക്കി. ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലുള്ളിച്ചു. നേരാണോ മോനെ ഈ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ, ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോണ്ട് പറഞ്ഞതാ ആ ചെക്കന് ഇവന് വേണ്ടി തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നേരാണോ മോനെ? ഇല്ലമ്മേ. നീ ബാറി പോയിട്ട് പോലും ഇല്ല. പോയിരുന്നു. കണ്ടോ, ബാറി പോയി കുടിക്കാനല്ല പിന്നെ എന്തിനാ? വെറുതെ എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല. ഈ നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്. എന്താടോ കറങ്ങി നടക്കുന്നേ? അനിയന്റെ റിസൾട്ട് അറിയാൻ പോയതാ. ജയിച്ചോ? ക്ലാസ് ഉണ്ട്. താൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? എന്താ മറ്റൊരു ജോസഫാനാണോ ശ്രമം? സാർ അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവമാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയയും ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ച് നട്ടല് ഞാൻ ഓടിക്കും. ഒരു ജോസിനെ ഞാൻ വളർത്തില്ല, മനസ്സിലാകടാ. നോക്കി പേടിപ്പിക്കണ്ട. ഇച്ചിരി കാശ് വേണമല്ലോ രാമകൃഷ്ണ. അയ്യോ കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോ വന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറാണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴ്ത്താന്ന് മേലിട്ട് ഞാൻ ചവിട്ടും. അടങ്ങ അവൻ തരും. ഓ, സേതുക്ക നേരിട്ട് വന്ന് ചോദിക്കാഞ്ഞിട്ടാ? അതിനാണ് സാക്ഷാൽ ആളിയുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദക്ക് കച്ചവടം ചെയ്യണമെങ്കിലേ വെക്കണം വരുവാ. കൊടുക്ക്. ഹൈദ്രോസിന്റെ വായിരിക്കുന്നത് കേൾക്കാതെ സേതുവിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനാ. കൊടു അക്കൗണ്ടിൽ ചായം കൂടെ. എന്റെ പേര് പണം പിരിക്കുമല്ലടാ. ഹൈദ്രോസ് കടമായിട്ട് മേടിച്ചതാ. നിന്റെ എടാ നായിന്റെ പോലെ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയവനാ. നീ തല്ലിയല്ലടാ.
എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത്. ഞാൻ കേടിയല്ല, എനിക്ക് ആ പണവും വേണ്ട. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കും നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിക്കും. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പണം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ല് കൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. ആ ആ. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിലൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ സേതു നീ കാട്ടിക്കൂട്ടണ്. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താച്ചാ ചെയ്തു? നില്ല, തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാവയുടെ നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. സേതു, മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. എന്ത് വേഷമാടാ അത്? കഴുകി മടുത്തതാ. മുഴുവൻ ചെളിയായിരുന്നു. എന്താ നിന്റെ പരിപാടി? നീ വീട്ടിലേക്ക് തന്നെ പോ. പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം. പാവം എൻ്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റ് മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മനസ്സിന് മരവിപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു. ദേവിയെ കാണുന്നില്ലേ? ഇല്ല, അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട. ദീപം ദീപം. അച്ഛൻ കണ്ടോ സേതുട്ടിനെ? ഇല്ല. വന്നു പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വന്നാ ഇവിടെ വരാതെ പോവോ? വല്ല തല്ലും വഴക്കുണ്ടാക്കിട്ട് വന്നതാണോ? അമ്മ അവിടെ കുത്തിരി നാമം ചെല്ലണ്ടോ? കൃഷ്ണമാവാ. എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2 or 3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. എന്നിട്ട് ഇവനിത് എന്ത് പറ്റി എന്റെ ഈശ്വര? കേടിപ്പണം പിരിച്ചതിന്റെ തർക്കമാ. ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി.
ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ദേ ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കണ്ട. അവനെ എനിക്കറിയാം, ഞാനിത് വിശ്വസിക്കില്ല. അവനാന്നോടി? ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉവ്വ, ഇപ്പൊ വന്നതാ. നിനക്ക് മനസമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ. ഞാൻ സംസാരിച്ചു വിരോധം ഉണ്ടാകണ്ട. നിങ്ങൾ അമ്മയും മകനും തമ്മിൽ അയക്കും. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങളാരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം. ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏട്ടനോടില്ല, ഇപ്പൊ വീട്ടിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ മതി. നീ വിഷമിക്കണ്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ.